ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമായതിനാൽ വീടുകളിലെല്ലാം ഫാനുകൾ നിർത്താതെ കറങ്ങുകയും AC-കളുടെയും കൂളറുകളുടെയും ഉപയോഗം വൻതോതിൽ കൂടിയിരിക്കുകയുമാണ്. ഇവയുടെ അധിക ഉപയോഗത്താൽ വൈദ്യുതി ബില്ലിൽ വലിയ വർധന വരുമോ എന്നാണ് എല്ലാവരുടെയും ഭയം. എന്നാൽ അധിക ഉപയോഗം മാത്രമല്ല, ദിവസത്തെ 3 സമയക്രമമായി തിരിച്ച് ഓരോ സമയത്തെയും വൈദ്യുതി ഉപയോഗത്തിന് വ്യത്യസ്ത ചാർജുകളും ഈടാക്കുന്ന പുതിയൊരു ബില്ലിംഗ് രീതി കൂടി KCB 2025 ജനുവരി മുതൽ നടപ്പാക്കി വരികയാണ്. ഇത് കൃത്യമായി അറിയാത്തവർക്ക് ബില്ല് വരുമ്പോൾ വലിയൊരു തുകയായിരിക്കും ലഭിക്കുക. എന്നാൽ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് വൈദ്യുതി ബിൽ തുക വലിയ തോതിൽ കുറയ്ക്കുവാനും കഴിയും. 2024 ഡിസംബർ 5-ാം തീയതി ഇറങ്ങിയ ഓർഡർ അനുസരിച്ച് ഒരു മാസം 250 യൂണിറ്റിലധികം ഉപയോഗിക്കുന്ന എല്ലാ ഗാർഹിക ഉപയോക്താക്കൾക്കും ടൈം ഓഫ് ദ ഡേ മീറ്ററിംഗ് അഥവാ TOD മീറ്റർ വയ്ക്കണമെന്ന് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് മിക്ക വീടുകളിലും TOD മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ മീറ്ററിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം 3 സോണായി തിരിച്ച് വ്യത്യസ്തമായ താരിഫ് തുകയാണ് വൈദ്യുതിക്ക് കണക്കാക്കുക. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഓഫ് പീക്ക് അവേഴ്സ് ആയിട്ടുള്ള സമയമാണ് സോൺ 1-ൽ വരുന്നത്. ഈ സമയങ്ങളിലെ വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്കിനേക്കാൾ 10% കുറച്ചാണ് ചാർജ് ഈടാക്കുന്നത്. ഇതിന്റെ കാരണം രാജ്യത്തിപ്പോൾ ധാരാളം സോളാർ വൈദ്യുതി പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ വൈദ്യുതിയുടെ ഉപയോഗം രാത്രിയേക്കാൾ കുറവുമായതിനാൽ ലഭ്യത കൂടുതലും KCBക്ക് ലഭിക്കുന്ന വില കുറവുമാണ്. അതിനാൽ സാധാരണ താരിഫിനേക്കാൾ 10% കുറവായിരിക്കും TOD മീറ്റർ അനുസരിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കണക്കാക്കുക. സോൺ 2 ആരംഭിക്കുന്നത് പീക്ക് അവേഴ്സായ വൈകിട്ട് 6 മണി മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ താരിഫിനേക്കാളും 25% നിരക്ക് കൂടുതലാണ്. ഇനി രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണുള്ളത്. നൈറ്റ് അവേഴ്സ് എന്നറിയപ്പെടുന്ന സോൺ 3 ആണിത്. ഈ സമയത്തെ ഉപയോഗത്തിന് സ്റ്റാൻഡേർഡ് നിരക്കാണ്. വൈദ്യുതി താരിഫിൽ നിന്ന് കുറവോ കൂടുതലോ ഒന്നും ഈ സമയത്തെ ഉപയോഗത്തിന് ഉണ്ടാകുന്നതല്ല. അയൺ ബോക്സ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതിന് പകരം വൈകിട്ട് 6-നും 10-നും ഇടയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 35% അധിക തുകയായിരിക്കും ബില്ലിൽ വരിക. അതിനാൽ വൈകിട്ട് 6-നും 10-നും ഇടയ്ക്കുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി ശ്രദ്ധിക്കണം. ഇനി TOD മീറ്റർ ഇല്ലാത്ത 250 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവരും KCB ബില്ലിംഗിന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. മാസത്തിലെ ഉപയോഗം 50 യൂണിറ്റിൽ താഴെയാണെങ്കിൽ താരിഫ് 3 രൂപ 30 പൈസയാണ്. എന്നാൽ 51 മുതൽ 100 യൂണിറ്റ് വരെയാണ് ഉപയോഗമെങ്കിൽ 51 മുതൽ 100 യൂണിറ്റ് വരെ 4 രൂപ 15 പൈസയും, 101 മുതൽ 150 രൂപ വരെയാണെങ്കിൽ 5 രൂപ 25 പൈസയും, 151 മുതൽ 200 രൂപ വരെയാണെങ്കിൽ 7 രൂപ 10 പൈസയും, 201 മുതൽ 250 രൂപ വരെയാണെങ്കിൽ 8 രൂപ 35 പൈസയുമാണ് യൂണിറ്റ് ചാർജ്. അതിനാൽ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ബിൽ ചാർജ് കൂടിക്കൂടി വരും. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ഉപയോഗം 250 യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യത്തെ യൂണിറ്റ് മുതൽ ഫ്ലാറ്റ് റേറ്റിൽ താരിഫ് നൽകേണ്ടി വരും. 251 മുതൽ 300 വരെ 6 രൂപ 55 പൈസ ആദ്യ യൂണിറ്റ് മുതൽ നൽകണം. 400 യൂണിറ്റ് ആണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് മുതൽ 7 രൂപ 75 പൈസ. അതുപോലെ 500-ന് മുകളിലാണെങ്കിൽ ആദ്യ യൂണിറ്റ് മുതൽ 8 രൂപ 5 പൈസ വീതം നൽകേണ്ടി വരും. അതിനാൽ ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് വൈദ്യുതി ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി ബില്ല് കണക്കാക്കുന്ന ഈ രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.